കാസ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ക്രൈസ്തവരുടെ ഇടയിൽ വെറുപ്പും വിദ്വേഷവും ഒക്കെ വളർത്താൻ ഒരു അപരമത, പ്രത്യേകിച്ച് ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഇതൊക്കെ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലത് രീതിയിലൊക്കെ അവരതിൽ വിജയിച്ചിട്ടുമുണ്ട്. അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറേ ആളുകളുടെ ഉള്ളിലൊക്കെ വിഷം കുത്തിവെക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിലനിൽക്കുന്നതല്ല. അതൊക്കെ സാവകാശം സമൂഹം തിരിച്ചറിയും. അറിവ് വർദ്ധിക്കുന്തോറും കാര്യങ്ങൾക്ക് മാറ്റം വരും. നമ്മുടെ പൊതുസമൂഹം, അത് ക്രൈസ്തവ, ഇസ്ലാം, ഹിന്ദു, ഏത് സമൂഹവും പൊതുവെ ഒരു സർക്കാരിനെ വിലയിരുത്തുന്നത് ഗുഡ് ഗവേണൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. നല്ല ഭരണം, ഇതിൻ്റെ അടിസ്ഥാനത്തിലേ ഒരു സർക്കാരിനെ ഒരു സമൂഹം വിലയിരുത്തുകയുള്ളൂ. ഈ വെറുപ്പിൻ്റെ തത്വശാസ്ത്രം ഒന്നും കൊണ്ടുവന്ന് വിതച്ചാൽ വലിയ ഫലമൊന്നും അതിലുണ്ടാക്കില്ല. കാസ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. കാസ ഇപ്പോഴും ആ പ്രവർത്തനം തുറന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാസയെ വിമർശിക്കുന്നവർക്കെതിരെയും വലിയ രീതിയിലുള്ള ആക്രമണം അവർ നടത്തിയിട്ടുണ്ട്. എനിക്കെതിരെ അവർ ഒരുപാട് നടത്തിയതായിട്ടൊക്കെ അറിയുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വെറുപ്പ് എവിടെ വിതച്ചാലും, അത് വടക്കേ ഇന്ത്യയിൽ വിതച്ചാലും മധ്യ ഇന്ത്യയിൽ വിതച്ചാലും നമ്മുടെ നാട്ടിൽ വിതച്ചാലും അതാര് വിതച്ചാലും ഒരു കാലം കഴിഞ്ഞാൽ അതെല്ലാം ഉണങ്ങി വീണേ മതിയാവൂ. അതാണ് ലോക ചരിത്രം പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ വെറുപ്പ് വളരാൻ ഒരു കാലഘട്ടം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കേരള സമൂഹം ഒരു രാഷ്ട്രീയ വിധിയെഴുത്ത് നടത്തുക എപ്പോഴും ഭരണത്തെ വിലയിരുത്തിക്കൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത് ഈ ഭരണത്തെ വിലയിരുത്തരുത് എന്നുള്ള ഒരു ബോധപൂർവമായ ചിന്തയോടുകൂടിയാണോ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ ഭരണവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഇവിടെ പണ്ട് നടന്ന കലാപം, മറ്റ് കാര്യങ്ങൾ, ഇങ്ങനെ വളരെ ഭാവനയിൽ നിന്ന് ഉരുത്തിരിയുന്ന ഭീഷണികളെ മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് ഇങ്ങനെ കുത്തിവെച്ച് അടിസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യരുത്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിനെ ജനം തിരിച്ചറിയും. എന്തു കാണിച്ചു ഇതിനെ മറയ്ക്കാൻ സാധിക്കുകയില്ല. ശ്രീ സച്ചിൻ ബൽദേവ് സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളെ ഞാൻ പലതിനെ ആദരിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തുകളിൽ ഒന്ന്, ഇവിടുത്തെ ഇടതുപക്ഷം വ്യതിചലിച്ച് വലതുപക്ഷത്തേക്ക് പോവുകയും പിന്നീട് അതൊരു തീവ്ര വലതുപക്ഷത്തേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ഇടതുപക്ഷം നമ്മുടെ കേരളത്തിൽ ചെയ്തിട്ടുള്ള സംഭാവനകൾ ആർക്കും വിസ്മരിക്കാനാവില്ല. ഇടതുപക്ഷം നമ്മുടെ നാടിന് ആവശ്യമാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ കാസ പോലെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വെറുപ്പ് പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾ വളർന്നതുപോലെ തന്നെ നമ്മൾ വളരെ കൃത്യമായി ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. സച്ചിൻ ബൽദേവ് സാറിനൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ ഇനി കൂടുതൽ പല സ്ഥലത്തും പറയാവുന്നൊരു കാര്യമാണ്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഏത് ഒരു രാഷ്ട്രീയ നിരീക്ഷകനും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഈ നാട്ടിലെ ഇടതുപക്ഷം ഇല്ലാതായിരിക്കുന്നു, വലതുപക്ഷം രൂപപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അല്പമെങ്കിലും ഒരു ഇടതുപക്ഷ ചിന്ത അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു ചായ്വുള്ളത് ഇപ്പോഴും അതായത് വലതുപക്ഷം എന്ന് പറയാവുന്ന കോൺഗ്രസ് പാർട്ടി പോലെയുള്ള പാർട്ടികളിലാണ്. അതൊരു വലിയ വ്യതിയാനമാണ്. ഇത് വലിയ അപകടകരവുമാണ്, ഇവിടുത്തെ ഇടതുപക്ഷം ഇല്ലാതാകുന്നത്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഈ അടുത്ത കാലത്ത് ഒരു 3-4 വർഷമായിട്ട് ഇവിടെ ഏതെങ്കിലും സമരം നടന്നാൽ, ഇപ്പൊ സിൽവർ ലൈൻ സമരം നടന്നപ്പോൾ ആ സമരം നടത്തിയവരൊക്കെ എന്താ വിളിച്ചത്?